ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോയിൽ മോട്ടോ G62 5G എന്ന് പറയുന്ന ഈ മൊബൈലിൻ്റെ ഒരു അൺബോക്സിങ്ങും അതുപോലെ ഞാൻ ഇപ്പോൾ ഇന്നലെയാണ് വാങ്ങിയത്. ഇതിൻ്റെ ഒരു എനിക്ക് തോന്നിയ കുറച്ച് നെഗറ്റീവ് സൈഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഈ മൊബൈൽ വാങ്ങാൻ പോകുന്ന ആളാണെങ്കിൽ അതുപോലെ ഈ മൊബൈലിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. അതിനുശേഷം നിങ്ങളിത് വാങ്ങണോ വാങ്ങേണ്ടി എന്നുള്ള കാര്യം തീരുമാനിക്കുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതേപോലത്തെ വീഡിയോസൊക്കെ ഈ ചാനൽ വരുന്നതായിരിക്കും, അപ്പോൾ നമുക്ക് കാണാം. ഇങ്ങനൊരു ബോക്സിലാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഓപ്പൺ ബോക്സ് ഡെലിവറി ആയതുകൊണ്ട് ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫോണിൽ ഓൾറെഡി ഒരു കവർ ഇട്ടിട്ടാണ് കിട്ടുന്നത്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ചാർജ് ചെയ്യുകയൊക്കെ ചെയ്തിരിക്കുന്നു ഫോണ് കിട്ടിയതിന് ശേഷം. പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇങ്ങനൊരു പേപ്പർ ബോക്സ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലാണ് ചെക്ടർ പിന്നെ കുറേ പേപ്പറൊന്നുമില്ല, ആകെ 2 ചെറിയ പേപ്പർ, അതിൻ്റെ യൂസർ മാനുവൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കയ്യിൽ തന്നെ വയ്ക്കാം. പിന്നെ ചെക്ടർ പിന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ മെയിൻ സാധനം, ചാർജർ. ഇത് 20 വാട്ടിൻ്റെ റാപ്പിഡ് ചാർജറാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അത്ര വലുതൊന്നുമില്ല, ഒരു ചെറിയ ചാർജർ കണ്ടോ, അത്ര വലുപ്പമുള്ളൂ, ചെറിയൊരു ചാർജറാണ്. പിന്നെ അതിൻ്റെ ഒരു കേബിളും ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് മൊബൈലിനെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് പോവാം. അതൊക്കെ മാറ്റി വയ്ക്കാം. അതാണ് നമ്മുടെ മൊബൈൽ വരുന്നത്. ഒരു കാണാൻ നല്ല രസമുള്ള മോട്ടോറോളയുടെ സ്ഥിരം ഡിസൈൻ തന്നെയാണ്. സാധാരണ അവരെല്ലാ മൊബൈൽ ഫോണും ഇതേ ഒരു ഡിസൈൻ കാര്യങ്ങളിലൊക്കെയാണ് വരുന്നത്. ആ ഒരു ഡിസൈനിൽ തന്നെയാണ് ഇതും. പിന്നെ ഇതിലേക്ക് തോന്നിയ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളുണ്ട്, അതുതന്നെ ഞാൻ ആദ്യം പറയാം. ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫാസ്റ്റ് ചാർജിങ് സ്പീഡ് ഭയങ്കര മോശമാണ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുറവാണ്. അതൊരു നെഗറ്റീവ് സൈഡായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെയാണ്, ചെറിയ ചാർജറാണ് 20 വാട്ടിൻ്റെ, പക്ഷേ എന്നാലും ഇത്ര ഒരു അത്യാവശ്യം 10,000-16,000 രൂപ വരെയുള്ള ഫോണല്ല, അപ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റുള്ള ചാർജറൊക്കെ കൊടുക്കായിരുന്നു. അങ്ങനെ ഒരു കാര്യം എനിക്ക് തോന്നി. പിന്നെ അതുപോലെ ബാറ്ററി ആകെ 5000 mAh ഉള്ളൂ. അതിൻ്റെ ഒരു ഇത് കാണാണ്ട് പ്രശ്നമുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവണ പോലെ എനിക്ക് തോന്നി. ഇപ്പോൾ ഇതിൻ്റെ നല്ല പ്രശ്നമാണോ എന്നറിയില്ല, എനിക്ക് തോന്നി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ട്. അതാണ് ഫസ്റ്റ് തോന്നിയൊരു നെഗറ്റീവ് ഷെയ്ഡ്. പിന്നത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സാധാ ഒരു നോർമൽ മൊബൈൽ ഫോൺ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. സൈഡിലാണ് ഫിംഗർ പ്രിൻ്റ് വരുന്നത്. അതുപോലെ 2 സിം കാർഡോ അതല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡോ ഒരു സിം കാർഡ് അങ്ങനെയാണ് ഇടാനുള്ളതിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഒരു പഞ്ച് ഹോൾ ക്യാമറയാണ് ഫ്രണ്ടിലുള്ളത്. ബാക്കിൽ 3 ക്യാമറ, ഒരു 50 മെഗാ പിക്സലിൻ്റെ, ഒരു 8 മെഗാ പിക്സലിൻ്റെ, അതുപോലെ ഒരു 2 മെഗാ പിക്സലിൻ്റെ ക്യാമറ വരുന്നത്. പിന്നെ അതുപോലെ രണ്ടാമത്തെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ അത്ര വലിയ സൂമൊന്നുമില്ല. അത്യാവശ്യം ഫോട്ടോ എടുത്ത് നമ്മൾ സൂം ചെയ്യുമ്പോൾ ഒരു ക്ലിയർ കുറവൊക്കെ അത്യാവശ്യം ഉണ്ട്. അത്ര ഡീസൻറ്റ് ക്യാമറ ഒന്നും പറയാൻ പറ്റില്ല, ഒരു നോർമൽ ക്യാമറ എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനുള്ളൊരു പ്രത്യേകത പറഞ്ഞത് ഒരു 5G ഫോണാണ്. അതുപോലെ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ചാർജ് ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഹീറ്റ് ആവുന്നുണ്ട്. യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഹീറ്റ് ആവാനായിട്ട് തോന്നിയില്ല. 16,000, 15,500 ആ റേഞ്ചിലൊക്കെ നല്ലൊരു ഫോൺ തന്നെയാണ്. പിന്നെ മൊബൈലിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ശബ്ദം കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടൺസ് ഇവിടെയാണ് വരുന്നത്. പിന്നെ അതുപോലെ താഴെ Type-C ചാർജറും അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും പിന്നെ അതുപോലെ ഓഡിയോ ജാക്കും വരുന്നുണ്ട്. മേലെ കാര്യമായിട്ട് വേറെ കാര്യങ്ങൾ ഒരു മൈക്കും സ്പീക്കറും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്നാപ്ഡ്രാഗൻ്റെ 695 5G എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സറാണ്. അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിക്കുന്ന സ്പീഡാണ്. പിന്നെ സാധാരണ മൊബൈലിൽ കാണുന്ന പോലെ കുറേ നമ്മൾ കിട്ടുന്ന ടൈമിൽ കുറേ ആപ്ലിക്കേഷൻസ് കണ്ടൊക്കെ ഉണ്ടാവില്ല. ഇതിൽ അങ്ങനെയൊന്നുമില്ല. ഒരു സാധാ നമുക്കൊരു ലളിതമായ ലുക്ക് അറിയില്ല, അതേപോലെ തോന്നും. വലിയ കുറേ പ്രൊസീജിയർ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെയാണ് സെറ്റിങ്സും വളരെ സിമ്പിളായിട്ടുള്ളൊരു സെറ്റിങ്സാണ്. അധികം കുറേ ഓപ്ഷനുകളൊന്നുമില്ല. അപ്പോൾ ഈ ഡിസ്പ്ലേയുടെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന പോക്കോ X3 ആണ് മൊബൈൽ ഫോണാണ്. അതിലൊക്കെ ഒരുപാട് ഓപ്ഷൻസ് തന്നെ കുറേ ഉണ്ട്. ഇതിലതൊന്നുമില്ല, ഒരു സിമ്പിൾ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന പോലെയാണ്. പിന്നെ അതുപോലെ ഇത് വാങ്ങിയ ടൈമിൽ കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് ഇനിയും ഉണ്ട്, അതൊക്കെ ചെയ്യണം, അങ്ങനെയാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണ്. വലിയ വെയിറ്റ് ഒന്നുമില്ല, 5000 mAh ബാറ്ററി ഉള്ളൂ. അതുകൊണ്ടാവും വലിയ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല, ഉപയോഗിക്കാൻ കുറച്ച് സുഖമാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 GB റാം അതുപോലെ 128 GB ഇൻ്റർണൽ സ്റ്റോറേജ് ഉള്ള ഒരു മൊബൈൽ ഫോണാണ്. ആ വേരിയൻ്റാണ്. അതുപോലെ തന്നെ കളർ വരുന്നത് ഗ്രേ കളറാണ്. പിന്നെ ഇതിൻ്റെ ഫിംഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തുറക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ മൂന്നാമത് തോന്നിയൊരു നെഗറ്റീവ് സൈഡാണ് സ്പീക്കർ ക്വാളിറ്റി കുറച്ച് കുറവാണ്. നമ്മൾ പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഇതായിട്ടുള്ള ഒച്ച ഒരു വലിയ സുഖമായിട്ട് തോന്നുന്നില്ല, കുറച്ച് കുറവുള്ള പോലെ തോന്നി.
പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.55 ഇഞ്ച് ഫുൾ സ്ക്രീൻ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. കുഴപ്പമില്ല ഡിസ്പ്ലേ പറയാം. പിന്നെ അതുപോലെ അവരുടെ പണ്ട് മുതലുള്ള ഫോണുകളിലൊക്കെ ഉള്ള സംഭവമാണ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഓണാവുന്ന പരിപാടി. എന്താണ് ഷെയ്ക്ക് ആയി കഴിഞ്ഞാൽ ഓണാവുന്ന പരിപാടി അതും ഇതിലുണ്ട്. അതുപോലെ തന്നെ ഇതിന് പ്രൈസ് എത്ര വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 6GB 128 ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 17 ആയിരുന്നു പണ്ട്. പിന്നെ 16 ഇപ്പോൾ സാധാരണ 16,000 രൂപയ്ക്കാണ് വിറ്റുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ സെയിലിൻ്റെ ടൈമിൽ 15,500 ആ റേഞ്ചിലൊക്കെ ഇത് കിട്ടുന്നുണ്ട്. ഇനി അതിൽ കുറയുമെന്നറിയില്ല. അപ്പോൾ ആ റേഞ്ചിലാണ് ഇത് ഇപ്പോൾ കിട്ടുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിപ്പോൾ ഞാൻ ഒരു ദിവസം ഉപയോഗിച്ചുള്ളൂ. നമുക്ക് ഫസ്റ്റ് തോന്നുന്ന ഇപ്പോൾ സെയിലിൻ്റെ ടൈമിൽ ഇനി ആരെങ്കിലും വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ബാറ്ററിക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഇനിയിപ്പോൾ ഇതിൽ സിം ഇടാതെ തന്നെ അത്യാവശ്യം ബാറ്ററി ഡ്രെയിനാണോ എനിക്ക് തോന്നി. അപ്പോൾ സിമ്മും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളതായിരിക്കും അറിയില്ല. അപ്പോൾ നിങ്ങൾ ഈ സെയിലിൻ്റെ ടൈമിൽ തന്നെ വാങ്ങണമെന്ന് വെച്ചാൽ ഒന്നും കൂടി ആലോചിക്കുക ഈ ഫോൺ എടുക്കണോ എന്നുള്ളത്. നിങ്ങൾ ബാറ്ററിക്കൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് മാറ്റി നിർത്തുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ തോന്നൽ. പിന്നെ അതുപോലെ തന്നെ ഇതേ റേഞ്ചിൽ തന്നെ പോക്കോടൊക്കെ ഒരുപാട് മൊബൈൽ ഫോണുകൾ നല്ല ഫോണുകൾ വരുന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സറിൻ്റെ പ്രശ്നം. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന X3 ആണ്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പൊതുവെ അത് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഓരോ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് പോക്കോ പിന്നെ ഒഴിവാക്കിയത്. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഫോൺ ഇതേ റേഞ്ചിൽ 5G ഫോണുകൾ 2 ഉണ്ട്. പക്ഷേ അതിന് പ്രശ്നം എന്താ വെച്ചാൽ അവർ ഇതേ സെയിം പ്രൈസാണ്. പക്ഷേ ചാർജർ അവർ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആ ഒരു പ്രശ്നം കൊണ്ടാണ് അത് എടുക്കാതിരുന്നത്. ഇപ്പോൾ ഇത് വാങ്ങിയ പ്രൈസ് പ്ലസ് ഒരു 1000 രൂപ പിന്നെയും ചാർജറിന് നല്ലൊരു ക്വാളിറ്റിയുള്ള ചാർജറിന് ചിലവാക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇതെടുത്തത്. അതിൻ്റെയൊക്കെ ബാറ്ററി പക്ഷേ 6000 mAh വരുന്നുണ്ട്. ഇതിൻ്റെ 5000 ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഓവറോൾ ഇപ്പോൾ ഒരു ചെറിയൊരു ഫോണിന് ഒരു വലിയ റാമൊന്നുമില്ലാതെ 3GB 3000 mAh ബാറ്ററി ഒക്കെ ഉള്ള ഫോൺ യൂസ് ചെയ്ത് വരുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് വലിയൊരു പ്രശ്നമായിട്ട് തോന്നില്ല. ഇത് അത്യാവശ്യം നല്ല mAh യൂസ് ചെയ്യുന്ന ആൾ പിന്നെ മാറ്റിയെടുക്കുമ്പോൾ 5G ഫോൺ വേണമെന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ അവർക്കൊരു പ്രശ്നമായിട്ട് തന്നെ തോന്നി ബാറ്ററിയുടെ കേസ്. പിന്നെ ഒരു സാധാരണ ഉപയോഗത്തിനൊക്കെ ആണെങ്കിൽ നല്ലൊരു മൊബൈൽ ഫോൺ തന്നെയാണ്. 5G ആണ്. പിന്നെ അതുപോലെ 5Gയുടെ 13 ബാൻഡ് എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ സംഭവം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ എവിടെ പോയാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ 5G നെറ്റ്വർക്ക് കിട്ടുന്നതാണ് പറയണത്. ആ സംഭവമാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ ഫുൾ 5G ആവുമല്ലോ. അപ്പോൾ ഒരു 5G ഫോൺ നല്ല നോക്കുകയാണെങ്കിൽ നല്ലൊരു മൊബൈൽ ഫോൺ തന്നെയാണ് എടുക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാനൊരു കുറച്ചൊന്ന് യൂസ് ചെയ്തതിന് ശേഷം എന്തായാലും ഇടുന്നതായിരിക്കും. ഇത് ഫസ്റ്റ് കിട്ടിയതിലുള്ളൊരു കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാം. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഈ ചാനൽ തന്നെ എന്തായാലും വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. യൂസ് ചെയ്തായിട്ടുള്ള റിവ്യൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. ഇത്ര നേരം വീഡിയോ കണ്ടിട്ട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.